കിഫ്ബി പദ്ധതികൾക്ക് ഫണ്ട് കണ്ടെത്തേണ്ട ബാധ്യതയെപ്പറ്റി പഠിക്കാൻ വിദഗ്ധ സമിതിയെ വെക്കും എന്നാണ് ബജറ്റിലെ പ്രഖ്യാപനം. അതിൻ്റെ പിന്നിലെ രാഷ്ട്രീയം എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. കിഫ്ബി എന്ന ആശയത്തെ തന്നെ അവസാനിപ്പിക്കാനുള്ള നീക്കമായിട്ട് വേണം ഇതിനെ കാണാൻ. കേരളത്തിൻ്റെ ഏറ്റവും മഹത്തായൊരു പദ്ധതിയായിരുന്നു ലൈഫ് മിഷനിലൂടെ നടപ്പാക്കിയ പാവപ്പെട്ടവർക്ക് വീട് നൽകുന്ന പദ്ധതി. 5 ലക്ഷത്തിലധികം വീടുകളാണ് അതിൻ്റെ ഭാഗമായി നൽകിയിട്ടുള്ളത്. ലൈഫ് മിഷനോടുള്ള UDFൻ്റെ സമീപനം പണ്ടേ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പോൾ ആ ലൈഫ് പദ്ധതിയെ തകർക്കാനുള്ള നീക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കൃത്യമായ രൂപരേഖ പോലും നൽകാതെയാണ് ചില പ്രഖ്യാപനങ്ങൾ ഈ ബജറ്റിലൂടെ വന്നിട്ടുള്ളത്. അതിന് ലൈഫ് മിഷൻ്റെ ഭാഗത്ത് ഒന്നും പറയുന്നില്ല. എന്നാൽ SC/ST വിഭാഗത്തിന് പ്രത്യേക ഭവന പദ്ധതി പ്രഖ്യാപിച്ചതായി കാണുന്നുണ്ട്. ഇത് സ്വാഭാവികമായും ലൈഫ് പദ്ധതി ഉപേക്ഷിക്കുന്നു എന്നതിൻ്റെ തുടക്കം തന്നെയായിട്ടാണ് കാണേണ്ടത്. അതേപോലെ തന്നെ മത്സ്യത്തൊഴിലാളികൾക്ക് പ്രത്യേക ഭവന പദ്ധതി എന്ന് പറഞ്ഞു. അത് പുനർഗേഹം പദ്ധതി ഇപ്പം തന്നെ നിലവിലുള്ളതാണ്. അത് നേരത്തെ നിലവിലുണ്ട്. അത് പുതിയൊരു പദ്ധതിയായിട്ട് കാണേണ്ടതായിട്ടില്ല. നമ്മുടെ സംസ്ഥാനത്ത് റബ്ബറിന് മാർക്കറ്റിൽ 170 രൂപ ഉള്ളപ്പോഴാണ് റബ്ബറിൻ്റെ തറവില 200 രൂപയായി LDF സർക്കാർ പ്രഖ്യാപിച്ചത്. ഇപ്പോൾ 274 രൂപയാണ് മാർക്കറ്റിൽ റബ്ബറിൻ്റെ വില. അപ്പോൾ 250 രൂപ എന്നാണ് UDF സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇവിടെ ആരോഗ്യ ഇൻഷുറൻസ് വലിയ പദ്ധതിയാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ 10 കോടി രൂപയാണ് നീക്കി വെച്ചിട്ടുള്ളത്. അതുകൊണ്ടൊന്നും ആകില്ല എന്ന് എല്ലാവർക്കും അറിയാം. തുടക്കം കാണുമ്പോൾ ഒരു പ്രഹസനം പോലെയുണ്ട് നീക്കി വെച്ച തുക കാണുമ്പോൾ. അതേപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതിയാണ് സ്ത്രീ സുരക്ഷാ പദ്ധതി. അതേപോലെ തന്നെ കണക്ട് വർക്ക് എന്ന യുവജനങ്ങൾക്കുള്ള പദ്ധതി. ഈ 2 പദ്ധതികളും സർക്കാരിൻ്റെ മുൻഗണനയിലില്ല എന്നാണ് ബജറ്റ് വ്യക്തമാക്കുന്നത്. അതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞതായി കാണുന്നില്ല.